ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് എവരി വൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ വെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് A-ലൈൻ ഫ്രോക്കാണ്. സ്റ്റിച്ചിങ് എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വൈഡായി കൊടുക്കേണ്ട കരുതി വളരെ ചുരുക്കി നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ A-ലൈൻ ഫ്രോക്കാണ് നോക്കുന്നത്. A-ലൈൻ ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നോക്കാം. A-ലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബെറ്റിക്കോട്ടിൻ്റെ കട്ടിങ് നോക്കിയിരുന്നു. ഇനി A-ലൈൻ ഫ്രോക്കിൻ്റെ നോക്കാം. ഇതിനും നമുക്ക് 4 ആയിട്ട് ഫോൾഡ് ചെയ്യണം. അപ്പം ഇനിയും ഞാൻ 4 ആയിട്ട് എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇവിടെ ഫോൾഡ് ചെയ്തു. നെക്സ്റ്റ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. ഇതിലേക്കാണ് നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു നമുക്ക് സീം എലവൻസ് ഒക്കെ ആഡ് ചെയ്യിക്കാനുള്ളത് കൊണ്ട് 1 ഇഞ്ച് ലീവ് ചെയ്തിട്ട് വേണം മെഷർമെൻറ്റ് കൊടുക്കാനെന്ന്. ആദ്യം 1 ഇഞ്ച് ലീവ് ചെയ്യാം. നമുക്ക് ആ ഒരു പോയിന്റ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതിലേക്ക് നമുക്ക് മെഷർമെൻറ്റ്സ് കൊടുക്കാണ് വരുന്നത്. A-ലൈൻ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് പറയുന്നത് 18 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഈ പോയിന്റിൽ നിന്നും 18 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, 18 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ഇനി ഇതിലേക്ക് നമുക്ക് ഷോൾഡർ കൊടുക്കണം. ഷോൾഡർ വരുന്നത് 5 ഇഞ്ചാണ്. ഈ പോയിന്റിൽ നിന്നും 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ചെസ്റ്റ് കിട്ടണം. അപ്പോൾ ചെസ്റ്റ് കിട്ടുന്നത് വേണ്ടി ആദ്യം നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് മുന്നത്തെ ബെറ്റിക്കോട്ടിൽ നമ്മൾ 5 ആണ് കൊടുത്തത്, ഇതിലും നമ്മൾ 5 ആണ് കൊടുക്കുന്നത്. 5 ഇഞ്ച് ചെസ്റ്റ് ലെങ്ത്ത് കൊടുക്കാം. ചെസ്റ്റ് ലെങ്ത്ത് ആണ് 5 ഇഞ്ച്. ഇനി ചെസ്റ്റ് റൗണ്ട്, അതായത് നമ്മൾ ടോട്ടൽ റൗണ്ട് 22 ആണ്. അതിനെ നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് ഇക്വേഷൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ചെസ്റ്റ് റൗണ്ട് 6 കിട്ടും. 6 ഇഞ്ചാണ് ഇവിടെ ചെസ്റ്റ് റൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ 2 പോയിന്റും ജോയിൻ ചെയ്യിക്കാം. ഓക്കെ, ഇനി ഇതാ ഈ പോയിന്റും ഇതിന് നേരെ താഴോട്ട് ജോയിൻ ചെയ്യിക്കാം. അപ്പം ഇവിടെ നമ്മൾ എടുത്തിരുന്നത് 5 ഇഞ്ചായിരുന്നു. ആ 5 ഇഞ്ച് ഇവിടെ എടുക്കുക. ഈ 2 പോയിന്റും ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ബോട്ടം എത്രയാണെന്നാ. ബോട്ടം നമുക്ക് ടോട്ടലി വരുന്നത് 7.5 ഇഞ്ചാണ്. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചാണ്. A-ലൈൻ ഫ്രോക്ക് കുറച്ച് ചെരിഞ്ഞാണ് വരിക, എല്ലാവർക്കും ഒരേ സ്ട്രൈറ്റ് ആയിട്ടല്ല വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ടം 7.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ പോയിന്റ് രണ്ടും ജോയിൻ ചെയ്യിക്കും. അതിനുശേഷം ഈ പോയിന്റും ഈ പോയിന്റും ഇത് രണ്ടും ജോയിൻ ചെയ്യിച്ചെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഫ്രോക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് കൊടുക്കണം. നെക്ക് വരുന്നത് വിഡ്ത്ത് വരുന്നത് 2.25 ഇഞ്ചും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2.25 തന്നെയാണ് എടുത്തത്. ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചും. ഇനി നമുക്കൊരു ബോക്സ് വരക്കാം.
ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യണം. ആം ഹോൾ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലൊരു ലൈൻ വരച്ച് ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി വേണ്ടത് ഇതിലേക്ക് സീം കൊടുക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. ആ ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഈ പോയിന്റിൽ നിന്ന് തൊട്ട് മേലോട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇത് ഈ പോയിന്റിലേക്ക് ഈ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ടം പോർഷനിലേക്ക് ഈ രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ഇതിലേക്ക് നമുക്ക് സീം ആഡ് ചെയ്യണം, അതായത് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. നെക്കിൻ്റെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതേപോലെ ഷോൾഡറിനും 1/2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിനും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് നമ്മൾ 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ബോട്ടം പോർഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ കൊടുത്ത പോയിന്റിലൂടെ 1 ഇഞ്ച് കൊടുക്കുക. ഈ പോയിന്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് കൈനോട് ഇവിടെ ഷേപ്പ് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കട്ട് ചെയ്യാം. നാല് പീസും കറക്റ്റായിട്ട് നിൽക്കുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ സ്കെയിൽ യൂസ് ചെയ്ത് ഈ ഫാബ്രിക്കിൻ്റെ ഉള്ളിലൂടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ. ഈ സൈഡ് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഷോൾഡർ കട്ട് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഈ രീതിയിൽ 2 പീസ് കിട്ടും. ഇതാണ് നമ്മുടെ എയർലൈൻ ഫ്രോക്കിൻ്റെ ഫ്രണ്ടും ബാക്കും. ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ കാണാം.